2026 നിയമസഭയ്ക്ക് മുന്നോടിയായി ഇല്ലെങ്കിൽ മുൻപ് AIADMKയുടെ ഈ ഗ്രൂപ്പുകളെ മാറ്റി നിർത്തി അത് ഒന്നാക്കാനും അത് BJP പാളയത്തിൽ എത്തിക്കാനുള്ള ശ്രമം തുടങ്ങിയിരിക്കുന്നു. AIADMKയിൽ അത്യാവശ്യം പിടിപാടുള്ള അത്യാവശ്യം അനുയായികളുള്ള ശശികല രംഗത്തിറങ്ങിയിരിക്കുന്നു. അവർ ഈ ആവശ്യവുമായി തന്നെ സംസ്ഥാനത്തിന് വിവിധ പ്രദേശങ്ങളിലെ AIADMK നേതാക്കളെ കണ്ട് തുടങ്ങിയിട്ടുണ്ട് എന്നുള്ളതാണ് പുതിയതായിട്ട് വരുന്ന വിവരം. പളനിസ്വാമിയുടെ നേതൃത്വത്തിലുള്ള AIADMKയെ കൈപ്പിടിയിൽ ഒതുക്കുക എന്നുള്ളതാണ് അവരുടെ പ്രഥമ പരിഗണന നൽകിയിരിക്കുന്നത്. ശശികലയ്ക്ക് നിർണായകമായിട്ടുള്ള ചില പ്രദേശങ്ങൾ AIADMKയുടെ ചില പോക്കറ്റുകൾ ഉണ്ട്. അവരുമായിട്ടുള്ള ഒരു ചർച്ചയിൽ ഇല്ല അവരുമായിട്ട് നടന്ന ഒരു മീറ്റിംഗിൽ പറഞ്ഞത് നിങ്ങൾക്ക് ഒരു ആശങ്കയും വേണ്ട, ഈ പാർട്ടി ഒറ്റക്കെട്ടായി മുൻപോട്ട് പോകും, ജയലളിത കണ്ട സ്വപ്നങ്ങൾ നമ്മൾ പൂവണിയിക്കും. ഇപ്പോൾ ഇതിൽ നടക്കുന്നത് അതായത് ഇപ്പോൾ AIADMKയിൽ നടക്കുന്നത് ജാതികളുടെ കളിയാണ്. ആ ജാതികളുടെ കളി വെച്ചാണെങ്കിൽ പളനിസ്വാമി ഒരിക്കലും നേതാവായി വരേണ്ട ആളല്ല. താൻ ജയിലിൽ പോയപ്പോൾ താനാണ് പളനിസ്വാമിയെ മുഖ്യമന്ത്രി പദത്തിലേക്ക് അവരോധിച്ചത് തുടങ്ങിയ കാര്യങ്ങളെല്ലാം ശശികല പറയുന്നുണ്ട്. ഏതായാലും ജാതി പരിഗണന ഉണ്ടായിരുന്നെങ്കിൽ പളനിസ്വാമി ഈ പദത്തിൽ ഇരിക്കുമായിരുന്നില്ല എന്ന് പറയുമ്പോൾ ജാതി കൊണ്ട് തന്നെ വെട്ടി മുന്നേറാനാണ് ശശികല ശ്രമിക്കുന്നതെന്ന് പറയേണ്ടി വരും. ഏതായാലും പല ലോക്സഭാ മണ്ഡലങ്ങളിലും AIADMKയ്ക്ക് ഇത്തവണ കെട്ടിവെച്ച പൈസ പോലും നഷ്ടമാകുന്ന ഒരു സാഹചര്യം കൂടി വന്നിരുന്നു. ഇതുകൂടെ മുൻകൂട്ടി കണ്ടുകൊണ്ടാണ് ശശികല രംഗത്തിറങ്ങുന്നത്. ശശികലയ്ക്ക് പിന്നിൽ BJP ആണെന്ന് DMK ഉൾപ്പെടെയുള്ള പാർട്ടികൾ ഇതിനോടകം തന്നെ ആരോപിക്കുകയും ചെയ്തിരിക്കുന്നു. ന്യൂസ് ഡെസ്ക് ന്യൂസ് ഇന്ത്യ മലയാളം.